പിന്നെ KPCCയുടെ നിരവധി ചുമതലകളുള്ള ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. അവരൊക്കെ തെരഞ്ഞെടുപ്പിലുണ്ടാകും. നമുക്ക് എല്ലാ ആളുകളും നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോഗ്യകരമല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനമോ ഒന്നും നടക്കുന്ന ഒരു ജില്ലയല്ലല്ലോ എറണാകുളം. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന, എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ജില്ലയും ഒരു ജില്ലാ നേതൃത്വം. ഞാൻ മാത്രമല്ല, ഒരു DC പ്രസിഡന്റ് മാത്രമല്ലല്ലോ. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് നമുക്കറിയാം, ഒരു നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റന്റ് ആയിട്ടുള്ള നിരവധി ആളുകളുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ സിറ്റിംഗ് MLA മാർ K. ബാബു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മത്സരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒഴിവുകൾ UDFന് നഷ്ടപ്പെട്ട 5 സീറ്റുകളിൽ K. ബാബുവിൻ്റേത് ഉൾപ്പെടെയുള്ള ആ 6 സീറ്റും എൽദോസ് കുന്നപ്പിള്ളയെ മാറ്റി നിർത്തി 7ാമത്തെ സീറ്റും ഉൾപ്പെടെ ആ സീറ്റുകളിലെല്ലാം നിരവധി ആളുകളുടെ പേരുകളുണ്ടായിരുന്നു. അത് സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനകത്ത് ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കി അവർ കൊടുത്ത എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ള അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത്. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന സമയം വരെ നമ്മളാരും സ്ഥാനാർത്ഥിയല്ലല്ലോ. നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത് നമ്മളൊരു പാർട്ടി പാനലിൽ ആരുടെയൊക്കെയാണ് പേരുകളുള്ളത്, ആ പേരുകൾ ആരാണ് വിജയസാധ്യത കൂടുതലുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് നൽകേണ്ടത്, പല പരിഗണനകളും ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോഴാണ് ഏത് നേതാവും സ്ഥാനാർത്ഥികളാകുക. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു തരത്തിലും അല്ല. പിന്നെ KPCCയുടെ നിരവധി ചുമതലകളുള്ള ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. അവരൊക്കെ തെരഞ്ഞെടുപ്പിലുണ്ടാകും. നമുക്ക് എല്ലാ ആളുകളും നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോഗ്യകരമല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനമോ ഒന്നും നടക്കുന്ന ഒരു ജില്ലയല്ലല്ലോ എറണാകുളം. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന, എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ജില്ലയും ഒരു ജില്ലാ നേതൃത്വം. ഞാൻ മാത്രമല്ല, ഒരു DC പ്രസിഡന്റ് മാത്രമല്ലല്ലോ. ഇവിടെ പ്രതിപക്ഷ നേതാവുണ്ട്, MP മാരുണ്ട്, MLA മാരുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെടുക്കുന്ന കമ്മിറ്റികളിൽ ഉൾപ്പെട്ട നിരവധി നേതാക്കന്മാരുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം. ഇപ്പം എല്ലാവരുടെയും വാക്ക് കേട്ടിട്ടാണ്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചിട്ടാണ് നമ്മളൊരു തീരുമാനമെടുക്കുക. സ്വാഭാവികമായും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എറണാകുളം DCCയോ അല്ലെങ്കിൽ KPCCയോ എടുത്ത തീരുമാനമല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെ നമ്മളെല്ലാവരും, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ തീരുമാനത്തെ ശിരസാ വഹിക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം എല്ലാവരും നിർവഹിക്കും. പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്, തനിക്ക് വലിയ നിരാശയുണ്ട്, പ്രതിഷേധമുണ്ടെന്നാണ് അല്പസമയം മുൻപ് പ്രതികരിച്ചിട്ടുള്ളത്. അത് ബാധിക്കുമോ, സാധ്യതകളെ ബാധിക്കുമോ, ജില്ലയിലെ സാധ്യതകളെ? ഒരിക്കലുമില്ല. എറണാകുളം ജില്ലയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 നിയോജക മണ്ഡലത്തിലും ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയിട്ടായിരിക്കും UDF ജയിച്ചു വരിക. ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി ഈ കൊച്ചി ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ ജയിച്ചു വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഉണ്ടാക്കിയ വലിയ വിവാദങ്ങളുണ്ട്. പാർട്ടിക്കെതിരായി, മുന്നണിക്കെതിരായി വലിയ വിവാദങ്ങളൊക്കെ അന്നുണ്ടാക്കിയിരുന്നു. പക്ഷെ അതൊന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മുന്നിലുള്ള പ്രയോറിറ്റി അതായിരുന്നില്ല. ജനങ്ങളുടെ മുന്നിലുള്ള പ്രയോറിറ്റി ഈ 10 വർഷക്കാലത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ്. ആ ജനവികാരത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. സ്ഥാനാർത്ഥിമാർ മാത്രമല്ല, UDFന്റെ മുഴുവൻ നേതാക്കന്മാർ, മേൽത്തട്ട് മുതൽ താഴെത്തട്ടിലുള്ള ബൂത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തകർ വരെ അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ്, അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾ ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജില്ലയിൽ 14 നിയോജക മണ്ഡലത്തിലും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിമാർ വിജയിക്കും. അതിന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഒരാൾ പോലും അതിനകത്തുനിന്ന് മാറി നിൽക്കില്ല. ആരെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വൈകാരികമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു നേതൃത്വം ജില്ലയിലുണ്ട്. അത് പരിഹരിക്കപ്പെടും. അല്ല, നമ്മൾ നിരവധി നേതാക്കന്മാരുള്ള ഒരു ജില്ലയാണിത്.
സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. അതിനകത്തുനിന്ന് പാർട്ടി ഒരാളെ തീരുമാനിക്കുമ്പോൾ അച്ചടക്കമുള്ള ആളുകൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. പാർട്ടി കോറത്തിൽ അഭിപ്രായങ്ങൾ പറയട്ടെ, പാർട്ടി കോറത്തിൽ മാത്രം അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് സാധാരണമായിട്ടുള്ള ഒരു ശൈലി. ആ ശൈലിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് പറയുന്ന ശൈലികളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. വൈകാരികമായ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞത് തിരുത്തും, അത് ബോധ്യപ്പെടുത്തും. അവരാരും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അച്ചടക്കത്തിന്റെ വാളുകൾ കാണിച്ച് അവരെ ഭയപ്പെടുത്താനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. പക്ഷെ അവരെ അത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവരുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് പാർട്ടി കേൾക്കും. അത് കേട്ട് ഉചിതമായ തീരുമാനങ്ങൾ, പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നല്ല ഭംഗിയായി നിർവഹിക്കും.